എന്നാൽ ഇവര് പട്ടാളത്തില് റിക്രൂട്ട്മെന്റ് പോയ കാര്യം നമ്മളാരും അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഞാൻ അറിഞ്ഞു 2 മാസം മുമ്പേ അവര് റിട്ടേൺ ടെസ്റ്റിന് പോയപ്പോഴേ അറിഞ്ഞു. എന്നിട്ട് നീ ഇവിടെ ആരോട് പറയാഞ്ഞേ? ഒന്നുകളിയെന്ന് പറഞ്ഞ രവിയണ്ണൻ തോറ്റാൻ നാണക്കേടല്ലേ, ജയിക്കാൻ അവരെ തലക്കകത്ത് വല്ലതും വേണ്ടേ? എപ്പോഴും എന്നെ എടുത്തിട്ട് അടിക്കാനേ അമ്മമാർക്ക് സമയമുള്ളൂ. അതൊക്കെ പോട്ടെ, അവന്മാരിപ്പോ എവിടെ പോയി? അമ്മമാര് പൊറഞ്ചുവിന്റെ വീട്ടിൽ പോയി. അതെന്തിനാ? ഇന്നലെ എല്ലാവരും ഫിസിക്കൽ ടെസ്റ്റ്. മമ്മൂസും രവിയണ്ണനും ഔട്ടായി. പൊറഞ്ചുവിന് മാത്രമേ കിട്ടിയുള്ളൂ. അതിന്റെ സന്തോഷ വാർത്ത പൊറഞ്ചുവിന്റെ അമ്മയുടെ അടുത്ത് പറയാൻ അമ്മമാര് പോയേക്കോണ്ട്. അത് ശരി, അവന്മാരിങ്ങ് വരട്ടെ. ആ രവിയെ മമ്മൂനെ ശരിക്കും ഒന്ന് കാണണം. ഓ, തോറ്റതിന്റെ ചമ്മലുള്ളതുകൊണ്ട് 2-3 ദിവസം ഇനി അവന്മാർ ഇങ്ങോട്ടൊന്ന് വരില്ലടി. എന്നാൽ ആ പൊറഞ്ചുവിന് എങ്ങനെ കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓ, ഇനി എനിക്ക് മനസ്സമാധാനത്തോടെ കോളേജ് വരാൻ പറ്റുമല്ലോ. ഒരു ശല്യം പോയി കിട്ടും. അല്ലെങ്കിലും പൊറിഞ്ചുവിനെ ഇപ്പൊ കൊണ്ടുവനെ പറ്റി പറയാനേ സമയമുള്ളൂ. ആണോ? നിന്റെ ഈ മുടിഞ്ഞ സൗന്ദര്യം ഉണ്ടല്ലേ, നിനക്ക് ശാപമായിട്ട് വരും. ആയിക്കോട്ടെ എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഒന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ. കഴുനാക്കെടുത്ത് വളയ്ക്കല്ലേ. ദേ അവര് വരുന്നു. കുറിഞ്ചു കി ജയ്, ജയ് ജവാൻ. രവിയണ്ണ അളിയാ അവിടെ നിന്നോ, നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നു. ആണുങ്ങളായ ഇങ്ങനെ വേണം. എങ്ങനെ വേണം? ഇങ്ങനെ. ഞങ്ങൾ അറിഞ്ഞു ത്രിമൂർത്തികൾ 3 കൂടി പട്ടാളത്തിൽ ചേരാൻ പോയതും അതിലൊരാൾക്ക് മാത്രം സെലക്ഷൻ കിട്ടിയതൊക്കെ. ബാക്കി 2 പേരും പട്ടി ചന്തയ്ക്കുന്ന പോകുന്ന പോലെ തിരിച്ചു വന്ന്. നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാ പറഞ്ഞത്? അവർക്ക് കിട്ടാത്തതൊന്നുമല്ല, അവർക്ക് മിലിറ്ററി ചേരാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ നിർബന്ധിച്ചിട്ട് അവരെന്റെ അവിടെ കൂട്ടിന് വന്നു. എന്റെ സെലക്ഷൻ അവരെന്തൊക്കെ കാണിച്ചു, പക്ഷെ എന്റെ വീട്ടിലത്തെ കാര്യം ആലോചിച്ചപ്പോ ഞാൻ അന്തം വിട്ട് പെർഫോം ചെയ്തു. അതുകൊണ്ട് എനിക്ക് കിട്ടി. അതുകൊണ്ട് ആരും കളിയാക്കാനും വേണ്ട, ആരും ഇത്ര കഴിവില്ലാത്തവരൊന്നുമല്ല. പിന്നെ ഞങ്ങൾ അറിഞ്ഞു ചേട്ടന്മാരുടെ കഴിവൊക്കെ. ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ പറയാം, പക്ഷെ എന്നെ തല്ലരുത്. പറയണ കൂട്. വടത്തിൽ കൂടി മുകളിൽ കയറുന്ന ഒരു മത്സരമുണ്ട്, അതില് മമ്മു കയറി. എന്നിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞു. അവസാനം ഏണി കൊണ്ടുവച്ചാണ് മമ്മൂനെ ഇറക്കി. പിന്നെ രവിയണ്ണനെ ഒരു മാരത്തോൺ ഓട്ട മത്സരം ഉണ്ടായിരുന്നു. രവിയണ്ണൻ മാരത്തോൺ ഓട്ടം. അവസാനം അവിടെ ചെന്ന് തളർന്നു വീണു. പ്രഷർ കൂടിയോ? പ്രഷറിന്റെ ഒന്നുമല്ല, അത് പ്രായത്തിന്റെ. അവസാനം ഓട്ടോ വിളിച്ചാണ് രവിയണ്ണനെ കൊണ്ടുപോയത്. അപ്പോഴും ബോധമില്ല, ഇപ്പോഴും ഏകദേശം അതേ കണക്ക്. കാലൊക്കെ നീരടിച്ചല്ലോ അറിയണ. അതിന്ന് ഓടിയന്റെ ആയിരിക്കും. മുഖത്ത് നീര് വരുമ്പോളെ മിണ്ടാണ്ടിരുന്ന അതാ നല്ലത് കേട്ടോ. പക്ഷെ എന്തായാലും നാണക്കേടായി. അവിടെ പോയി ഇങ്ങനെയൊക്കെ ബോധം കെട്ട് വീഴ, മോളിൽ കയറി ഇരുന്ന് കരയാശ. എന്നാലും നാണക്കേടായി പോയല്ലേ. അതൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്. അല്ലെങ്കിൽ സത്യം പറയാൻ പിടിക്കത്തില്ലല്ലോ ആർക്കും. അങ്ങനെ കൂടെ നടന്ന് കൂട്ടുകാരും കളി വെച്ചു. മതി, എല്ലാരടുത്തും കൂടെ പറയണം, ഒരാളുടെ കഴിവ് മറ്റൊരാളുടെ കഴിവ് കേടായിട്ട് കാണരുത്. യവന് സെലക്ഷൻ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ നിൽക്കുന്ന യവനും ഞാനും. അത് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ പിരിയുന്നതിൽ എത്രമാത്രം സങ്കടം ഞങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വിട്ടുപിരിയുന്നു? ആരാരും വിട്ടുപിരിയുന്നു? പിന്നെ പിരിയാണ്ട പട്ടാളപ്പണി നീ ഇവിടെ കിടന്നുണ്ടാക്കാൻ പോണ. നിനക്ക് ബോധം എപ്പോഴേ പോയാടേ. അപ്പോ പോണല്ലേ? പിന്നെ പോവാണ്ട് പോകാതിരിക്കാൻ പറ്റുമോ? എന്താടാ ചുരുക്കി പറഞ്ഞ നമ്മൾ പിരിയാൻ പോകുന്നു. ഓക്കെ, പിരിയാം. എല്ലാരും നന്നായിട്ട് പഠിക്കണം. അച്ഛൻ്റെ അമ്മയുടെ പ്രതീക്ഷകളാണ് നിങ്ങളൊക്കെ. എവിടെയാ പോവൂല്ലേ? പിന്നെ പോണ്ടേ? എവിടെ പോട്ടെ, എനിക്കെന്താ? ഞാൻ എന്തിനാ ഇങ്ങനെ രക്ഷിക്കുന്നേ? നിന്ന് പുറകെ പാടി. ബാഹുലിയൻ സാറേ, സാറേ, പൊന്നു സാറേ, എത്ര നേരം കിടന്ന് വിളിക്കണം. കഥക്കണ്ടല്ലോ. അയ്യോ, ഒന്ന് പോ സാറേ. നമ്മുടെ പൊറിഞ്ചുവിനെ പട്ടാളത്തിലെടുത്തു. പൊറിഞ്ചൂര് പട്ടാളത്തിലെടുത്തത് രാവിലെ തന്നെ പുള്ളടിക്കേ. സത്യം സാർ, ആ സെലക്ഷനിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കൂടി 1ാം സ്ഥാനത്ത് നമ്മുടെ പൊറിഞ്ചുവാ. ഞാൻ പറഞ്ഞില്ല മിടുക്കൻ ചെറുക്കനാണെന്ന്. അത്രയല്ലേ വിളിക്കണമെന്നല്ല. ടീച്ചർ സന്തോഷം. പിന്നെ സന്തോഷിക്കാതെ
ചിലർക്കൊക്കെ അവനെ പറ്റി ഭയങ്കര മോശാഭിപ്രായമായിരുന്നല്ലോ. അവനാണെ അതും പറഞ്ഞ് എപ്പോഴും എന്നോട് സങ്കടവും പറയായിരുന്നു. പാവം പയ്യൻ. അതും പറഞ്ഞ് ഞാൻ അവനെ എത്ര ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അവസാനം ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ? അവന് നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന്. സാറേ, അവൻ എന്റെ അനിയനെ പോലെ അടുത്തറിയുമ്പോഴേ അവന്റെ മനസ്സറിയാൻ പറ്റത്തുള്ളൂ. ടീച്ചർ ഇപ്പൊ പുതിയ സിനിമകളൊക്കെ കാണാറുണ്ടല്ലേ? ഇല്ല. അല്ല, അതാണല്ലോ ഒരു പുതിയ ട്രെൻഡ്. ആദ്യം ശിഷ്യൻ, പിന്നെ സഹോദരി, പിന്നെ സഹോദരൻ, പിന്നെ കാമുകൻ, പിന്നെ മുടിഞ്ഞ പ്രേമം. സാറിന് തലയ്ക്ക് ഭ്രാന്തുണ്ടോ പരസ്പര ബന്ധമില്ലാത്ത കാര്യമൊക്കെ പറയുന്നത്? പരസ്പരം ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ടീച്ചറല്ലായിരുന്നു തോന്നുന്നത്. എന്താ? ഒന്നുമില്ല. ടീച്ചറെ എന്നെ കുറിച്ച് അറിയാമോ? 2 പ്രാവശ്യം പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടിയ ഞാൻ. എന്തുകൊണ്ടാ പോകത്തെന്ന് ചോദിച്ചേ? എന്താ കാര്യം? എനിക്ക് എന്റെ അമ്മയെ പിരിഞ്ഞേക്കാനാവില്ല. അല്ലെങ്കിലും സ്നേഹിക്കുന്നത് പിരിയാൻ കുട്ടിപ്പേണ്ട ആവില്ല. എല്ലാ ദിവസവും കോളേജ് വരുന്നതും കാണുന്നതൊക്കെ അതുകൊണ്ടാണ്. ആരെ കാണുന്നത്? അല്ല, മൊത്തം കാണുന്നൊരു സംഭവം ഞാൻ പറഞ്ഞു. അല്ലാതെ പട്ടാളത്തിൽ പോയിട്ട് വെടികൊണ്ട് ചാകുമെന്നുള്ള പേടികൊണ്ടല്ല. എനിക്കെന്ത് പേടി? ഒരു പേടിയില്ല. മാതൃ രാജ്യത്തെ സ്നേഹിക്കാൻ എനിക്കായില്ല. അതുകൊണ്ട് മലയാള ഭാഷ പഠിച്ച് ഞാൻ മലയാള അധ്യാപകനായിട്ട് ജോലി നോക്കുന്നത്. അത് ചെറുക്കറിയോ? എനിക്ക് പിന്നെ ആരെങ്കിലും നേരെ ചെയ്യാന്നോ? രണ്ടുപേരും കൂടെ മാറിയെന്നൊരു സംസാരം പിള്ളേരെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങൂടല്ലേ? അല്ല സാർ, ബാഹുലേൻ സാറിന് മിലിറ്ററി സെലക്ഷൻ കിട്ടിയിട്ടും പോകാത്തത് മാതൃഭാഷയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. പോവാത്തത് ഇന്ത്യൻ പട്ടാളത്തിന്റെ ഭാഗ്യം. പിന്നെ നമ്മളെ മലയാളം പിള്ളേരെ ദൗർഭാഗ്യവും. തമാശിക്കല്ലേ രണ്ടുപേരും കൂടി? രാജ്യപ്പെടാതെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. എന്താ സാർ, നമ്മുടെ പ്രദീപിന് മിലിറ്ററിയിൽ സെലക്ഷൻ കിട്ടി. ഞാൻ എപ്പോഴും അറിഞ്ഞു മിടുക്കനാണ്, നല്ല കഴിവുള്ളവനാണ് അവൻ. കൂടെ 2 വായുക്കൾ പായല് എന്ത് കിട്ടാത്തത്? ചുക്കിനും ചുണ്ണാമ്പിനും അമാരെ കൊണ്ട് കൊണ്ടുപോരാ. അവന് അത്ര വലിയ മുഴുക്കണമെന്നില്ല. വല്ല ഭാഗ്യം കൊണ്ട് കിട്ടിയതായിരിക്കും. അസൂയ ആവാം അവനവന്റെ തരത്തിന്. ആയ കാലത്ത് പെണ്ണിട്ടെങ്കിൽ അവനെ പോലെ മിടുക്കനായ ഒരു ചെറുക്കം ഉണ്ടായിരുന്നു. മിടുക്കനാണെന്ന് പറയാൻ പറ്റൂല. ഇതല്ലേ ഞാൻ വയസ്സായാലും ആക്കിന് കുറവൊന്നുമില്ല കളവൻ. സാറേ, ഞാൻ പോട്ടെ. ഞാനും പോട്ടെ. ഇവിടെ പോണം. രണ്ടുപേരും കൂടെ ഒരുമിച്ചാ ക്ലാസ് എടുക്കണം. ഇവിടെ വന്നാ പട്ടാളക്കാരാ പിടിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കൺഗ്രാജുലേഷൻസ്. എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സർ. സാറിന്റെ ഒക്കെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എനിക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞു. കളിച്ച് കഴിച്ച് നടന്നെങ്കില് ഒന്നൊക്കെ കാര്യങ്ങൾ വായിക്കല്ലേ. കണ്ട് പഠിക്കണ സാർ. അവരുടെയൊക്കെ പ്രോത്സാഹനം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സാറേ. സാറേ, ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, സെലക്ഷന് പോണതിന് മുമ്പ് സാറിനെ വന്ന് കാണുക, സാറിന്റെ അനുഗ്രഹം വാങ്ങിക്കുക, സാറിന്റെ മനസ്സിൽ പ്രാർത്ഥിക്കുക. അല്ലേ? ഏതായാലും മിടുക്കനായ ഒരു പട്ടാള ഓഫീസർ ആവണം എന്റെ അച്ഛനെ പോലെ, മേജർ ബെഞ്ചമിൻ ബ്രിട്ടോ. പക്ഷെ ഞാൻ ജനിച്ചപ്പോ അച്ഛൻ പോയി. നല്ല ബെസ്റ്റ് ജനനം. വീരമൃത്യുവായിരുന്നു. സാർ എന്തോ സാറേ വീരമൃത്യു എന്നൊക്കെ പറഞ്ഞ് അവനെ പേടിപ്പിക്കുന്നത്? അവൻ ഇതുവരെ കൊണ്ട് എത്തിച്ച പാടെ ഞങ്ങൾക്കറിയാം. അതെ, നീയൊക്കെ അവന് ജോലി ഉണ്ടാക്കി കൊടുത്താ. നീയൊക്കെ പോയാല് എന്ത് പിന്നെ ഞങ്ങൾക്ക് എടുക്കാത്തത്? എനിക്ക് പട്ടാളം ഇഷ്ടമല്ല സാറേ. എനിക്ക് പഠിച്ച് പിന്നെ സാറിനെ പോലെ വലിയൊരു മനുഷ്യനായിരുന്നു. നീ നന്നാണുള്ളവരുടെ ഒന്നും നിനക്കെന്തടേ കിട്ടാ? എനിക്ക് കോളേജ് വിട്ടു പോകണത് ഇഷ്ടമല്ല. കോളേജ് വിട്ടു പോയാൽ സാറിനെ കാണാൻ പറ്റൂ, ഈ കോളേജ് കാണാൻ പറ്റൂ. അതുകൊണ്ട് ശിഷ്ടകാലം എനിക്ക് ഇവിടെ തന്നെ ജീവിച്ച് തീർത്താൽ മതി. ഇഷ്ടകാലം നീ എന്നെ കഷ്ടത്തിലാക്കലയുടെ പറഞ്ഞു. യവന്മാര് നിന്നെ പോകാൻ സമ്മതിക്കില്ല കേട്ടാ. യവ ഈ തലമുറയല്ല, പിറക്കും തലമുറ നശിപ്പിക്കാൻ വേണ്ടി ഈ കോളേജിൽ അവതാരം എടുത്തേക്കണം. സാർ എന്തൊരു സാറേ, നമ്മൾ എത്രത്തോളം അടുക്കാൻ വന്നാലും സാറ് നമ്മൾ അകറ്റി വിടണം. അല്ലാതെ ബമ്മും അടുക്കും തോറും അകലുന്നൊരു സാധനം. ആരാണ് ആയ വിളിക്കാൻ? സാറേ, ആര് പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകും സാറേ. എന്റെ വീട്ടിലെ അവസ്ഥ സാറിന് അറിയാലോ. സാറിനെയും ഈ കോളേജിനെയും ഇവരെയൊക്കെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഞാൻ പോകാതിരിക്കാൻ പറ്റൂലല്ലോ സാർ. പറഞ്ഞു നീ പോണം, നീ പോയേ പറ്റൂ. അങ്ങനെ യുവമാരെ നന്നാകാൻ വേണ്ടി ജോലി അന്വേഷിച്ച് കോളേജ് വിട്ടിറങ്ങും. അപ്പൊ ഈ കോളേജ് മൊത്തം നന്നാവും. നല്ല കണ്ടുപിടുത്തം. ക്ലാസ്സിൽ പോകാൻ സമയമായില്ലേ? അല്ലാതെ പോകാൻ സാറിനെ പിടിച്ചു നിർത്തിയേ. കൂടെ പോകാത്തതിന്റെ ദേഷ്യമുണ്ട്. ആരെ വിടത്? ആരെങ്കിലും കൂടെ പഴഞ്ഞ് മതിയായിരുന്നു. മനുഷ്യന് മനസ്സമാധാനം കിട്ടും. നീ എന്നടേ ട്രെയിനിങ് വേണം? ഉടനെ പോണം സാർ. കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരട്ടെ. നീ ഒരു കാര്യം ചെയ്യും, ഉമാനോടെ ചെന്ന് പറ, എന്റെ ബാങ്കിന് ഒരു 5000 രൂപ എടുത്തു തരാൻ. കുടുംബം ഷൂസൊക്കെ വാങ്ങി കേട്ടാ. പിന്നെ പൈസക്ക് ഇനിയല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം. സാറേ, നമുക്ക് വേണം ഡ്രസ്. നിനക്ക് എവിടെ പോയാ? ഞങ്ങൾ ഉറുദുവിനെ യാത്ര അയക്കാൻ പോട്ടെ സാറേ. ഉള്ളതൊക്കെ ഇട്ടോണ്ട് അങ്ങ് പോയാൽ മതി. പോടാ അവിടെ പോടാ. സാറിന് ഈ മനസ്സിന് കൊടുക്കണം പൈസ അല്ലേ? അങ്ങനെ പൊറിഞ്ചുവിന്റെ കോളേജ് ജീവിതം അവസാനിച്ചു.
ഒരു തരത്തിൽ പറഞ്ഞ വിഷമമുണ്ട്. തമ്മിലടിച്ചും ബഹളം വെച്ചും ഒക്കെയാണ് ജീവിച്ചിരുന്നെങ്കിലും ഒറിജിനൽ നമ്മളോട് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിയാ, അനാവശ്യയുടെ ഒരു നോട്ടം പോലും നോക്കിയിട്ടില്ല. അക്കാര്യത്തിൽ പൊറിഞ്ഞ് ജെന്റിൽമാനാണ്. ഓ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്താ കുറിഞ്ചിന്റെ അടുത്ത് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഓ, അനാവശ്യം പറ, ഇങ്ങ് വരട്ടെ. എനിക്ക് ആ മുഖത്ത് നോക്കുന്നതേ എനിക്ക് ഇഷ്ടമില്ല. അതെന്താ അത്രയ്ക്ക് മോശമാണ് അവന്റെ മുഖം? അതല്ല, കുറെ നേരം നോക്കുമ്പോ എനിക്ക് എന്തോ പോലെ. പോലെയാ? എന്തുപോലെ? അല്ല, ചിലപ്പോ തോന്നും പാവമാണെന്ന്. ചിലപ്പോ എനിക്ക് അറിഞ്ഞുകൂടാ. അവന്മാരെ കൂടെ നടന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം പറഞ്ഞത്. ഓ, ഇന്നാള് നോക്കിയപ്പോഴാണ് ആ മതിന്റെ പുറത്ത് അറിയുന്ന ഡാൻസ് കളിക്കുന്നത്. എനിക്ക് കാല് തെറ്റി തറ വീണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കൂലായിരുന്നോ? അത് പോട്ടു. വേറെ ദിവസം നോക്കിയപ്പോഴാണ് ബൈക്കിൽ കൈവിട്ട് പോണ്. ആർക്കൊക്കെ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്കാ നഷ്ടം? എനിക്കല്ലേ. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. മോളെ ഗുണ്ടു, നീ പറഞ്ഞു എങ്ങോട്ടാ കയറി പോന്നെ? ഇതൊക്കെ പ്രേമത്തിന്റെ ലക്ഷണമാ മോളെ. നീ നേരിട്ട് പോയി പൊറിഞ്ചിനോട് സംസാരിക്കേ. ലാസ്റ്റ് പൊറിഞ്ചു പോകുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ലേ? ഗുണ്ടു, നിനക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നോ? ഞങ്ങൾ ശരിയാക്കി തരുമായിരുന്നല്ലോ. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. നീയൊക്കെ ശരിയാക്കി കൈ തരുമെന്ന്. നിനക്ക് ശരിക്കും പൊറിഞ്ചുവിന് ഇഷ്ടമാണ്? അതൊക്കെ ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞോളാം. പറയേണ്ട സമയം എന്നാ തോന്നണേ. അവരൊക്കെ വരുന്നുണ്ട്. അനു പറഞ്ഞോണേ. എന്തായാലും ഡ്രസ്സൊക്കെ എടുത്ത് തന്നല്ലേ സാർ? സത്യത്തിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല. നീ പോണടാ, നീ പോയിട്ട് ഞങ്ങൾക്ക് ഒരു വിസ അയച്ചെന്നാ മതി. അല്ല സോറി, ഗൾഫിലേക്ക് അല്ലല്ലോ ഓടി നടന്ന് യാത്ര പറച്ചില്ലാണെന്ന് തോന്നുന്നു. ട്രെയിനിങ് എന്നാ പോന്നെ? ഉടനെ പോണം. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അല്ല പ്രദീപ്, പോകുന്നതിൽ വിഷമമുണ്ടോ? പിന്നെ വിഷമമില്ലായിരിക്കും. നിങ്ങളൊക്കെ വിട്ട് വരുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. എന്നാലും ശരീരം എവിടെയും മനസ്സ് ഇവിടെയായിരിക്കും. അതെ, ശത്രുരാജ്യത്ത് നിന്ന് വെടിയേറ്റാലും മനസ്സിനൊന്നും പറ്റൂല. മനസ്സ് ഇവിടെയല്ലേ? നീ കരുനാക്കടുത്ത് വിളക്കല്ലേ? അതെങ്ങനാ? ഈ കൂട്ടത്തിൽ നല്ല മനസ്സുള്ള ഒറ്റ എണ്ണം, എല്ലാം സാഡിസ്റ്റുകളാ. എനിക്കൊരു അപേക്ഷയുണ്ട്. അവനെ യാത്ര അയക്കുമ്പം തമ്മിൽ തല്ലുകൂടാതെ സന്തോഷത്തോടെ അയക്കണം. അവൻ പോണത് ഒരു മരണ മുഖത്താണ്. രവിയണ്ണാ, ഇവക്ക് എന്താ പറ്റി? മുഖമൊക്കെ തൊടുത്ത് ചുവന്ന് വായും പൊളിച്ച് നിൽക്കുന്നത് തട്ടിപ്പോയാ? എന്താണ് ഇതുവരെ കാണാത്തൊരു ഭാവം? ഭൂമി ദേവി പുഷ്പിണി ആയതുപോലെ താരും തടിലൊക്കെ ഇട്ട് ഗുണ്ടടി മനസ്സില്ല. ശല്യപ്പെടുത്തുന്നുണ്ടോ? കഴിച്ചതുപോലെ തൊണ്ടാക്കുരിയും കാണും. മനസ്സിലാ? അതെ, നമ്മളൊക്കെ ഒന്ന് മാറിക്കൊടുക്കണം. അനുവിന് പൊറിഞ്ചിനോട് പേഴ്സണലായി എന്തോ സംസാരിക്കാനുണ്ട്. ആരും പോകുന്നു വേണ്ട. ഞങ്ങളൊക്കെ നിൽക്കുമ്പോ സംസാരിച്ചാ മതി. ഒരു പേടി കണ്ടില്ലേ? നിങ്ങളെ ആരാ ചേട്ടാ നമുക്ക് അങ്ങനെ മാറി നിൽക്കാം. മാറി ഒളിച്ചെന്ന് കേൾക്കാൻ പറഞ്ഞ. അതെ, എന്റെ അടുത്ത് എന്താ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് പഴയ വല്ല വഴക്കൊക്കെ കുത്തിപ്പൊക്കി കേസാക്കാനുള്ള പരിപാടിയാണെങ്കിൽ എനിക്ക് പോകാക്കത്തില്ല. ചതിക്കരുത്. വഴക്കോ കേസോ? പ്രദീപിനെ ചതിക്കാനോ? എന്താ പ്രദീപ് ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ കുറിച്ച് പ്രദീപ് അങ്ങനെ വിചാരിച്ചിരിക്കുന്നേ? നീ എന്താ കാര്യം പറ, എനിക്ക് പോണം. പ്രദീപിന് എന്നെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. ഞാൻ പോട്ടെ. നിൽക്ക്. എന്താ എന്നെ കാണുമ്പോ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താ ഇങ്ങനെ നെർവസ് ആകുന്നേ? പ്രദീപേ, ഇതിന്റെ അർത്ഥം എന്നെ ഇഷ്ടമാണെന്നല്ലേ? ഇഷ്ടോ? ഇഷ്ടമല്ലേ? അതെ, എന്നെ എന്റെ അപ്പച്ചിയാണ് വളർത്തിയത്. അപ്പച്ചി എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. തല്ലും പിച്ചും പട്ടിണിക്കിടും. എന്നെ ഒരുപാട് കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. ജോലി ചെയ്തില്ലെങ്കിൽ അപ്പച്ചി ചട്ടുവം പഠിപ്പിച്ചിട്ട് എന്റെ ഇവിടെ വയ്ക്കും. എനിക്ക് എന്റെ അപ്പച്ചിയെ ഭയങ്കര പേടിയായിരുന്നു. അപ്പച്ചിയുടെ അതേ മുഖമാണ് നിനക്ക്. അതുകൊണ്ടാണ് ഞാൻ നെർവസ് ആവണം. അല്ല നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. കള്ളത്തരം എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ? എനിക്കറിയാം. അപ്പച്ചി വീട്. അപ്പച്ചി അപ്പച്ചി വീട്. അപ്പച്ചി അപ്പച്ചി ഈ പെണ്ണുന്നത്
നിനക്ക് സ്നേഹത്തിന്റെ വില അറിഞ്ഞൂടാ. നോക്കിക്കോ, അവൻ ഓർത്ത് ദുഃഖിക്കും. കണ്ടോല്ലോ ചക്കത്തില്. കുമാരാ, കുമാരാ, എന്താ സാർ? വാറൊന്നായില്ല. ഞാൻ പോട്ടെ സാറേ. നിൽക്കാടാ, അവിടെ പോയ മലവറിക്കണ പണിയല്ലേ. വാറ വെച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. മനസ്സാകെ കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. സാറിന്റെ മുഖത്ത് നോക്കി അറിയാം സാറിന് എന്തോ ഭയങ്കര വിഷമമുണ്ടെന്ന്. ആ പിന്നെ സാറേ ഒരു വിവരം അറിഞ്ഞോ? നമ്മുടെ പൊറിഞ്ചൂന് ജോലി കിട്ടി, അവൻ പോവാന്ന്. ഇപ്പൊ പിടികിട്ടി. മുറിഞ്ഞു വരുമ്പം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 5000 രൂപ എടുത്ത് കൊടുക്കണം. അവന് ഷർട്ടാ ഷൂസാക്ക വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റേ 2 ഉണ്ടല്ലേ, അമരയിലൊന്നും കയറി കൊടുത്തളയല്ലേ. പിന്നെ അതിൽ നിന്ന് പങ്കുവച്ചാൽ നിൽക്കല്ലേ. അത് ശരി. ഇന്നാള് 2000 രൂപ ഞാൻ ചോദിച്ചപ്പോ തരാൻ വകുപ്പില്ലെന്ന് സാറ് പറഞ്ഞു. ഇപ്പൊ വാരിക്കോരി കൊടുക്കാൻ കാശുണ്ട്. താൻ എന്തിനു ചോദിച്ചത്? ഇന്നാളെ ലാബിൽ വെച്ച് അറിയാതെ എന്റെ കയ്യിൽ നിന്ന് ആ ക്രോണിക്കൽ ഫ്ലാസ്ക് താഴെ വീണ് പൊട്ടിയപ്പോ 2000 രൂപ ഫൈൻ അടയ്ക്കണമെന്ന് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് എന്നോട് പറഞ്ഞു. അതിനാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. താൻ അടിച്ച് പൊട്ടിച്ച സാധനത്തിന് ഞാൻ ഫൈൻ അടയ്ക്കണം? ഇത് അതിനൊന്നും അല്ല. ആ ചെറുക്കന് ഒരു ജോലി കിട്ടിയപ്പോൾ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം സാറേ. പൊറിഞ്ഞു പോകുന്നത് സാറിന് വലിയ വിഷമമുണ്ടല്ലയോ? അല്ല, അതല്ലെങ്കിലും അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് സ്നേഹവും ബഹുമാനവും ഒന്നും കിട്ടാത്തവർക്ക് അന്യരുടെ കാര്യത്തിൽ വലിയ വിഷമമായി. ആടക്ക് എന്തെങ്കിലും പറഞ്ഞ ചളവളാന്ന് പറഞ്ഞു കിടക്കും. പൊറിഞ്ഞു പോകണേൽ ഇവിടെ ആർക്കാണ് വിഷമില്ലാത്ത? ഇയാൾക്ക് വിഷമില്ലേ? ഉണ്ട് സാറേ, സത്യം പറയാമല്ലോ, എനിക്ക് വിഷമമുണ്ട്. അവനെന്റെ അനിയനെ പോലെ സാറേ. അതെനിക്കറിയാം, കൊണ്ടു കിടന്ന്. അത് കിട്ടാത്തതിൻ്റെ വിഷമമാണ് ഇപ്പം. അനിയനെ പാല നിൽക്കുന്നു. അനിയനെ പോലെ അനിയൻ ബെസ്റ്റ് അനിയൻ. ഇതാര് വടക്കുന്നല്ലേ? എന്ത് പതിവില്ലാതെ സത്യത്തിൽ ഞെട്ടിപ്പോയി സാറേ. കഷ്ടമോ സാറേ, വേദനാജനകം. എന്ത് കണ്ടപ്പെട്ട പേപ്പട്ടി ആരെങ്കിലും കഴിച്ചു? സാറേ, ആ പ്രദീപിന് ജോലി കിട്ടിപ്പോകുന്നു. അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്, അല്ലേ പോലെ സാറേ? അതെ, എല്ലാവരും സന്തോഷിക്കണം. അത്ര സ്വഭാവമായിരുന്നല്ലോ അവന്റെ സ്വഭാവത്തിന് എന്ത് കുഴപ്പം? നിങ്ങളെയൊക്കെ ഗുണവധികാരം കൊണ്ട് രക്ഷാകർത്താക്കളെല്ലാം കൊണ്ട് നിങ്ങളെ മേയ വന്നപ്പം ആ ചെറുക്കനെ ഉണ്ടായിരുന്നുള്ളൂ. മറന്നുപോയ അന്ന് മുണ്ട് ചുറ്റിക്കൊണ്ടു ഓടി. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ സാറേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൊറിഞ്ചു ഈ കോളേജിൽ പോകുന്നത് വേദനാജനകമാണ്. എന്തെല്ലാം കാര്യങ്ങൾ അവന് ഈ കോളേജ് ചെയ്യാൻ നോക്കും. എൻ്റെ അറിവിൽ അവന് ഈ കോളേജിന് ഒന്നും ചെയ്യാനില്ല. മറ്റുള്ള സ്നേഹം വരെ അവൻ പിടിച്ചു പറ്റി. കുടുദോഷിക്കാൻ അത്ര പേരാ. ഒന്ന് നിർത്ത് സാറേ, വടക്കുന്നില്ല സാർ സംസാരിക്കട്ടെ. ഉപദേശം നന്നാവുന്നുള്ളൊരു ഉപദേശിക്കാം, അല്ലാതെ. സാറേ, അവൻ ഈ കോളേജിൽ മാത്രമല്ല, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സമസ്ത മേഖലകളിലും എല്ലാ വിഷയങ്ങളിലും താല്പര്യം. എന്റെ പൊന്ന് സാറെ, ഒന്ന് നിർത്ത്. സാർ ആലോചിച്ച് നോക്കുക, അവൻ ഈ കോളേജിൽ എല്ലാ വിഷയങ്ങളിലും ബന്ധപ്പെടും. അവൻ ഈ കോളേജിൽ ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ ഉപയോഗപ്പെടുത്താം. പട്ടിക കൊടി പിടിക്കാനും വീട്ടിലെ ഫ്യൂസ് കെട്ടാനും വെള്ളത്തിന് കറണ്ട് ബില്ലടക്കാനൊക്കെ ഉപയോഗിക്കാം. ഇനിയിപ്പോ അതിന് പറ്റൂല അവൻ പോയാൽ. അവൻ മിടുക്കനാ സാറേ, ശുദ്ധനായിട്ടൊരു പയ്യനാവൻ. കുറെ നേരമല്ല ടീച്ചർ, മിടുക്കനാണ് മിടുക്കൻ. ഒന്ന് നിർത്താമോ? ഈ ശിഷ്യന്മാര് ഗുരുക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനത്തെത്തുമ്പം അത് കണ്ട് സന്തോഷിക്കണം. അതുകൊണ്ട് അടങ്ങി അസൂയ പാടില്ല. സാറേ, അങ്ങനെ ഒരു സന്തോഷമുള്ളൊരു തീരുമാനം അറിയിക്കാനായിട്ടാണ് നമ്മൾ വന്നത്. പ്രദീപിന് നമുക്കൊരു നല്ല യാത്രയയപ്പ് കൊടുക്കണം. സാർ അതിൽ സംസാരിക്കണം. ഇന്ന് 4 മണിക്ക് മുമ്പായിട്ട് നമുക്ക് ആ പ്രോഗ്രാം നടത്തണം സാർ. ഞാൻ മാത്രം സംസാരിച്ചാൽ ശരിയാവില്ല, നിങ്ങളൊക്കെ സംസാരിക്കണം. എനിക്ക് സംസാരിക്കണം സാറേ. സംസാരിക്കണം, പല കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവില്ല. പഴയ എന്തിനാ സാറേ ഇങ്ങനെ അസൂയപ്പെടുന്നത്? അല്ലെങ്കിൽ ഈ സാറിന് ആരോട് സ്നേഹമില്ല. ടീച്ചർ തന്നെ അത് പറയണം. സാർ നമസ്കാരം സാർ. വടേ വാ. നിന്റെ കാര്യം തന്നെ നമ്മൾ ഇതുവരെ സംസാരിച്ചോണ്ടിരുന്നത്. എന്റെ കാര്യം എന്താ സാർ? ടീച്ചറെ പറഞ്ഞു കൊടുക്ക്. പൊറിഞ്ചൂര് നമ്മൾ എല്ലാവരോടും ചേർന്ന് ഒരു ഗംഭീര യാത്രയപ്പ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് അനുശോചനയോഗം പോലെ. മൂക്കടിച്ച് വരത്തേക്കാൻ അനുമോദനം. എല്ലാവർക്കും എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ ധൃതിയല്ലേ സാർ? അങ്ങനൊന്നും അല്ല പൊറിഞ്ചു. ഞങ്ങളുടെ എല്ലാവരുടെ അനുഭവം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു, അതുപോലെ പൊറിഞ്ചു തിരിച്ച് പങ്കുവയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അത് വേണോ സാറേ? അവനെപ്പം തന്നെ നല്ല വിഷമത്തിലാണ്. ഇനി പഴയ കാര്യങ്ങളോടൊക്കെ ഓർക്കുമ്പോൾ ചിലപ്പോൾ അവൻ പോവാതിരുന്നാലോ. സിയാച്ചിലെ ആദ്യത്തെ ട്രെയിനിങ് അവിടെ കൊടും തണുപ്പാ, -50 ഡിഗ്രി. ആദ്യത്തെ 6 മാസം പുറത്തു പോലും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ വീട്ടിലോട്ട് ഫോൺ ചെയ്യാന്ന് വിചാരിച്ചാൽ ഫോണില്ല. ഭക്ഷണം കൂടെ തന്നെ ഹെലികോപ്റ്ററില്ല. ഇനി വീഴുമ്പോൾ കിട്ടിയാ കിട്ടി. ഈ കഷ്ടകാലത്ത് നിങ്ങൾ ഉറങ്ങിപ്പോയാ വെടികൊണ്ട് അതിലേക്ക് വന്നത്.
സാറേ സാറിന് ഇതൊക്കെ എങ്ങനെ അറിയാം? എന്റെ ബന്ധു പട്ടാളത്തിലുണ്ടല്ലോ, അവൻ വിളിച്ചു പറഞ്ഞേ. എങ്ങനെ വിളിച്ചു പറഞ്ഞു? ഫോണിൽ പറഞ്ഞു. എന്റെ പൊന്ന് സാറ് പുഴു അടിക്കാതെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല സാറിനല്ലേ പറഞ്ഞേ. വെറുതെ അവനെ എന്ത് നേരിടാനുള്ള കരുത്ത് നമ്മളെ പുളിച്ചുണ്ട് സാറേ. സാറ് ആവശ്യമില്ലാതെ ഓരോന്ന് സംസാരിച്ച് അവന്റെ ധൈര്യം കളയാനുള്ള പരിപാടിയാണ്. അവന് ധൈര്യം കളയാൻ വേണ്ടി ഒന്നും ഞാൻ പറഞ്ഞല്ലേ. അവനെ ആദ്യം വേണ്ടി ചെല്ലുന്ന സ്ഥലം വെറുതെ അന്തം വിട്ട് വാ വിളിക്കണം എന്ന് വെച്ച് പറഞ്ഞതേ. ഈ സാർ അവസരത്തിനൊത്ത് കാല് മാറുന്ന ഐറ്റമാണ്. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്ന് അറിയാം സാർ. അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം സാർ. മോനെ, നിനക്ക് എന്തെല്ലാം പറയാനുണ്ടോ അതെല്ലാം ആ യാത്രയെ വെളിയിൽ പറഞ്ഞാൽ മതി. അനർഗള നിർഗളം കാച്ചേക്കണം. സാറെ, വടക്കുംതല സാറിനെയാണ് നമ്മുടെ കാര്യപരിപാടികളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതേ പരിസ്ഥിതി പരിപാടിയല്ല. ആവശ്യമില്ല അവരുടെ പട്ടി പൂച്ച കുറുക്കനെ ഈനാമ്പേച്ചി എന്നൊക്കെ പറഞ്ഞാൽ പരിപാടി കുളമാക്കരുത്. ഇത് യാത്രയപ്പോ പരിപാടിയാണ്. ഈ തറുതല പ്രശ്നം നിർത്താവോ? അല്ല വടക്കത്തല ഒന്ന് പോടോ മൊട്ടത്തല. എന്നിട്ട് അടി കൂടാതെ നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ ചെന്ന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യും. ഓക്കെ സാർ. എന്നാ ഗംഭീരമായിരിക്കണം. ഇന്ന് തന്നെയാണോ? ഇന്ന് തന്നെ പരിപാടി. ഇന്ന് 4 മണിക്ക്. 4 മണിക്കാണ്.